Hi everyone, welcome back to Harrison Academy. I am Rizwan Ramzan Ahmad. ഇത് നമ്മുടെ യൂട്യൂബ് മാർക്കറ്റിംഗ് സീരീസിന്റെ കണ്ടിന്യൂഷൻ ആണ്. ആൻഡ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ അഥവാ നമ്മളെല്ലാവരും ഓമന പേരോട് വിളിക്കുന്ന ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ചാണ്. ഓക്കെ, സോ എന്തുകൊണ്ട് നമ്മൾ ഡാഷ്ബോർഡിനെ കുറിച്ച് സംസാരിക്കണം എന്ന് വെച്ചാൽ യൂട്യൂബിന്റെ അത്ര എലാബറേറ്റഡ് ആയിട്ടുള്ള അഥവാ യൂട്യൂബിന്റെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ഡാറ്റ തരുന്ന ഒരു ഡാഷ്ബോർഡ്, ഒരു പ്രൊഫഷണൽ ടൂൾ വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കണ്ടന്റ്, എല്ലാ വീഡിയോസിനെയും, എല്ലാ പെർട്ടിക്കുലർ എലിമെന്റിന്റെയും ഒരുപാട് മെട്രിക്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് ഡാറ്റ ഫൈൻഡ് ചെയ്യാനും അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കാനും നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലും ബെറ്റർ ആക്കാനും ചാനൽ ബെറ്റർ ആയിട്ട് ഗ്രോ ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഇതിന് ചെയ്യേണ്ടത് എന്താ, യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അനലിറ്റിക്സ് എന്നുള്ളൊരു സാധനം നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആക്ച്വലി അനലിറ്റിക്സിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് അടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിലേക്ക് പോയിട്ട് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്ക് വരാം, ഡാഷ്ബോർഡിലേക്ക് വരാം. സോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ഒരു ഡാഷ്ബോർഡ് കാണുന്നുണ്ട്. ഇത് മറ്റൊന്നുമല്ല, ഹാരിസൺ അക്കാദമിയുടെ ഡാഷ്ബോർഡ് തന്നെയാണ്. സോ ഈ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ലേഔട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് 28 ഡേയ്സിൽ നടന്നിട്ടുള്ള കുറേ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് കാണാം. അതേപോലെ തന്നെ ലാസ്റ്റ് 48 അവേഴ്സിൽ നടന്നിട്ടുള്ള ടോപ്പ് വ്യൂസ് കൊണ്ടുവന്നിട്ടുള്ള വീഡിയോസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ ലേറ്റസ്റ്റ് കോമന്റ്സ് കാണാം. ഇതാണ് ഏറ്റവും റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോ. അതിന്റെ താഴെയായിട്ട് അതിന് മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുള്ള 4 വീഡിയോസ് കാണാം. അടുത്ത വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഗോ ടു വീഡിയോസ് പോകുന്ന സെഗ്മെന്റ് അവിടെ ഉണ്ട്. അതിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് റീസൺ സബ്സ്ക്രൈബേഴ്സ് കാണാം. ലാസ്റ്റ് 90 ഡേയ്സിലുള്ള ടോപ്പ് സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണെന്നുള്ള അവിടെ കാണുന്നുണ്ട്. വേറെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലായിട്ട് ഐഡിയാസ് കാണാം, യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ അനലിറ്റിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. കാരണം എന്താ, നിങ്ങളുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡാറ്റ അറിയേണ്ടിയിട്ടായിട്ടും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ടും അനലിറ്റിക്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ വന്നിട്ട് അനലിറ്റിക്സ് എന്ന ടാബിലേക്ക് വന്നതിനാൽ ഇവിടെ കാണാം ലാസ്റ്റ് 28 ഡേയ്സിൽ ഇപ്പം നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് മോർ ദാൻ 20K വ്യൂ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഗ്രോത്ത് പെർസെൻറ്റേജും കാര്യങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് ഒരു ഗ്രീൻ അപ്പ് ആരോ കാണുന്നുണ്ട്. സോ ഗ്രീൻ അപ്പ് ആരോ സിഗ്നിഫൈസ് ഗ്രോത്ത് ആണ് ലാസ്റ്റ് 28 ഡേയ്സിൽ. അതിന്റെ അതായത് ഈ ലാസ്റ്റ് 28 ഡേയ്സും അതിന്റെ മുന്നത്തെ 28 ഡേയ്സും അതെന്താണ് കമ്പയർ ചെയ്യാണ്. ഈ 28 ഡേയ്സിൽ അതിന് മുന്നത്തെ 28 ഡേയ്സിനേക്കാളും ഗ്രോത്ത് ഉണ്ട് എന്നുള്ളതാണ് അത് എൻഷുർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എല്ലാം കാണിച്ചു തരുന്നത്. ഇനി അതല്ലാതെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ടിക്ക് മാർക്ക് കാണുന്നുണ്ട്. ദാറ്റ് ഷോസ് ഓക്കെ ഇത് ടിപ്പിക്കൽ റേഞ്ചിലുള്ള ഒരു വ്യൂ ആണ് എന്നുള്ളതാണ്. ലാസ്റ്റ് 1 hour 16 minutes കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് മീൻസ് ഒരു 1 hour കാണുന്ന സമയത്തേക്ക് 3 വ്യൂ എന്ന് പറയുന്നത് ടിപ്പിക്കൽ ആയിട്ട് വരുന്ന ഒരു ചാനൽ. ഇതാണ് നമ്മുടെ ചാനൽ, പുതിയൊരു ചാനലാണ്, ജസ്റ്റ് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുള്ളൂ. സോ വ്യൂസിന്റെ കൗണ്ടും കാര്യങ്ങൾക്ക് അവിടെ കുറവാണ്, റൈറ്റ്? സോ ഓട്ടോമാറ്റിക്കലി അതും കാണുന്നുണ്ട്. ഇതേപോലെ ഇതല്ലാത്ത വേറൊരു സാധനം നിങ്ങൾ കാണാന്ന് വെച്ചാൽ ഈ അപ്പ് ആരോ എന്ന് പറയുന്ന പോലെ ഗ്രേഷ് ആയിട്ടുള്ള ഒരു ഡൗൺവേർഡ് ഐക്കണും കാണും. ദാറ്റ് ഷോസ് ഇതിന് മുന്നേ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗ്രോത്ത് കുറവാണ്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ആ നമ്പേഴ്സ് കുറവാണെന്നുള്ളത്. നിങ്ങൾ ഇവിടെ അനലിറ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ 4 സെഗ്മെന്റ് ഉണ്ടാവുക: ഓവർവ്യൂ, കണ്ടന്റ്, അതേപോലെ തന്നെ ഓഡിയൻസ്, അതേപോലെ തന്നെ റിസർച്ച് ബാർ. സോ റിസർച്ച് ബാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കീവേഡ്സും കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യേണ്ടിയിട്ടായിട്ടും അതിന്റെ റീസൺ വീഡിയോസ് ആ ടോപ്പിക് ബേസ് ചെയ്തിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് അതിൽ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് ഏതൊക്കെയാണെന്നുള്ളത് കാണാനൊക്കെ ആയിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യും. ഇനി കമ്മിങ് ബാക്ക് ടു ദി ഓവർവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം വ്യൂസ് ഉണ്ട്, വാച്ച് ടൈം ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ലാസ്റ്റ് 28 ഡേയ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ 28 ഡേയ്സിലെ ടോപ്പ് കണ്ടന്റ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, റൈറ്റ്? അതിവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്യുന്നുണ്ട്. അതിന്റെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, റൈറ്റ്? സോ ദാറ്റ് ഇസ് അഗൈൻ എ വെരി ഇമ്പോർട്ടൻറ്റ് മെട്രിക്. ഇനി അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ സ്ക്രീനിൽ ഈ 1 million സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അടിക്കുന്ന സമയത്ത് സ്ക്രീനിൽ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സാധനം കണ്ടിട്ടുണ്ടോ? സോ ലൈവ് കൗണ്ട് എന്ന് പറയും. സോ ലൈവ് കൗണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ ചാനൽ ഗ്രോത്തിന്റെ റിയൽ ടൈം ആയിട്ട് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കാണാനായിട്ട് സാധിക്കും. ഇനി ഞാൻ കോണ്ടന്റ് എന്നുള്ള സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാം വ്യൂസ് കാണുന്നുണ്ട്, അതേപോലെ തന്നെ ഇംപ്രഷൻസ് കാണാം. ലാസ്റ്റ് 28 ഡേയ്സിൽ വാട്ട് നമ്പർ ഓഫ് ഇംപ്രഷൻസ് ഡിഡ് മൈ ചാനൽ ഹാവ്, അതേപോലെ തന്നെ ക്ലിക്ക് ത്രൂ റേറ്റ്, ആവറേജ് ക്ലിക്ക് ത്രൂ റേറ്റ് എത്രയാണ്, ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 30 സെക്കൻഡ്സിന്റെ മേലെ അഥവാ ഇൻട്രോനേക്കാളും മേലെ പെർഫോം ചെയ്തിട്ടുള്ള വീഡിയോസ് ഏതൊക്കെയാണെന്ന് കാണാം. അതേപോലെ തന്നെ ബിലോ ടിപ്പിക്കൽ ഇൻട്രോസ് കാണാം. ഓരോ വീഡിയോ നിങ്ങൾ ചൂസ് ചെയ്യുന്നതനുസരിച്ചും എത്രത്തോളം അല്ലെങ്കിൽ എവിടെ വരെ ഞങ്ങൾ ആൾക്കാരെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ആൾക്കാർ എവിടെ വരെ കണ്ടിട്ടുള്ളതിന്റെ പെർസെൻറ്റേജ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കുറച്ചും കൂടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ വ്യൂവേഴ്സ് നമ്മളെ ഫൈൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഏത് സൈറ്റ്സ് നിന്നാണ് അല്ലെങ്കിൽ ഏത് മെത്തേഡ്സ് വഴിയാണ് എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ വീഡിയോസിലേക്കുള്ള വ്യൂസ് വന്നിട്ടുള്ളത് കാണാം. ഓവറോൾ ഉണ്ട് ഇവിടെ എക്സ്റ്റേണൽ സോഴ്സ് എന്നുള്ളത്
ആണെന്നുണ്ടെങ്കിൽ അത്, യൂട്യൂബ് സെർച്ച് ആണെന്നുള്ള കീവേഡ്സ് ഏതൊക്കെയാണ്, സജസ്റ്റ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ വീഡിയോസ് ആണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്, പ്ലേലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏതാണ് പ്ലേലിസ്റ്റ്, ആ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ലാസ്റ്റ് 20 ഡേയ്സിലെ ടോപ്പ് വീഡിയോസ് വീണ്ടും ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ ഷോർട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം. പ്ലേലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ പ്ലേലിസ്റ്റ്, എത്ര വീഡിയോസ് അവിടെ ഉണ്ട്, അതേപോലെ തന്നെ എത്ര വ്യൂസ് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓഡിയൻസ്. ഓഡിയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ റിട്ടേണിംഗ് വ്യൂവേഴ്സ് എന്ന് വെച്ചാൽ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർ വീണ്ടും എത്ര വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ യുണീക് വ്യൂവേഴ്സ് എന്ന് വെച്ചാൽ പുതുതായിട്ട് ചാനലിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർ എത്ര ആൾക്കാരാണെന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ലാസ്റ്റ് 28 ഡേയ്സിൽ. റൈറ്റ്, താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് വീഡിയോസ് ആണ് നമ്മുടെ ചാനൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് അവിടെ കാണാം. അത് നിങ്ങൾ സീമോർ കൊടുത്താൽ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതല്ലാതെ എപ്പോഴാണ് നമ്മുടെ ഓഡിയൻസ് ആക്റ്റീവായിട്ട് ചാനലിൽ അല്ലെങ്കിൽ യൂട്യൂബ് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ എത്ര ആൾക്കാർ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്, എത്ര ആൾക്കാർ ഓൺ ആക്കിയിട്ടില്ല, എത്ര വാച്ച് ടൈം സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് എന്താണ്, ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് 88% അധികം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ്. സോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത ചാനലിനാണ്. ഓക്കെ, സോ അതല്ലാതെ ജെൻഡർ കാണാം, അതേപോലെ തന്നെ ഡെമോഗ്രഫി കാണാം, ജോഗ്രഫി കാണാം, ജോഗ്രഫിക്കൽ ഏരിയ കാണാം, സബ് ടൈറ്റിൽ ഉള്ള വീഡിയോ ആണ്, ഇല്ലാത്ത വീഡിയോ ആണ് ആൾക്കാർ കണ്ടിട്ടുള്ളത്, അത് കാണാനായിട്ട് സാധിക്കും. ഏത് ഫോമാറ്റാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇതിൽ കാണുന്നത്, അത് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വാട്ട് യുവർ ഓഡിയൻസ് വാച്ചസ് ലാസ്റ്റ് 27 ഡേയ്സിൽ അത്ര അധികം ഡേറ്റ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ കാണിച്ചു തന്നിട്ടില്ല. സോ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇതൊന്നും നിങ്ങൾക്ക് പോരാ, നിങ്ങൾക്ക് ലാസ്റ്റ് 28 ഡേയ്സ് പോരാ, എനിക്ക് ലാസ്റ്റ് 90 ഡേയ്സ് വേണം, 365 വേണം, അതായത് ലൈഫ് ടൈം വേണം, ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. റൈറ്റ്, ഇനി ഈ ഡാറ്റ ഒന്നും പോരാ, നിങ്ങൾക്ക് ഇതിലധികം ഡാറ്റ വേണമെന്നാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് മോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ചെയ്യാനും കൂടുതൽ അനലിറ്റിക്സ് കണ്ടെത്താനും സാധിക്കും. നിങ്ങൾക്ക് ഈ മേലെ കൊടുത്തിട്ടുള്ള ടൈറ്റിൽ വരുന്ന ഡീറ്റെയിൽസ് അല്ലാതെ ഇതിലും കൂടുതൽ ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഈ മെട്രിക്സ് കൊടുത്തിട്ട് അതടക്കം നിങ്ങൾക്ക് എന്തിനായിട്ട് സാധിക്കും, അത് കാണാനായിട്ട് പറ്റും. ഇനി ഇതൊന്നും പോരാ, ഇതിലധികം ഡാറ്റ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ മെട്രിക് ടു ടേബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും മെട്രിക്സിന് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തിനു പറ്റും, ഡാറ്റ അവിടെ അവൈലബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതും പോരാ, നിങ്ങൾക്ക് പെർട്ടിക്കുലർ വീഡിയോസ് വെച്ചിട്ട് കമ്പയർ ചെയ്യണം. നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോസ് വെച്ചിട്ട് മാത്രം ചാർട്ട് ബൈ ചാർട്ടായിട്ട് കമ്പയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും സാധിക്കും. സോ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് നമുക്ക് യൂട്യൂബ് ഓഫർ ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. നിങ്ങൾക്ക് സ്പെസിഫിക്കലി ഏതെങ്കിലും ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം, അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് us know in the comments. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ I hope you have subscribed. If not, please subscribe to the channel. We'll see you in the next one. Until then, take care, stay tuned, and zero preachers.